ആഴ്ചകളായി പല പദ്ധതിയിലേക്കുമുള്ള ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുന്ന തിരക്കിലാണിപ്പോൾ സൗദി അറേബ്യ. ഇറാൻ യുദ്ധമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇതിനിടയിൽ നിർണായകമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. അത് കായിക മേഖലയിൽ സൗദി അറേബ്യ ലോകത്തെ ഞെട്ടിച്ച ലിവ് ഗോൾഫുമായി ബന്ധപ്പെട്ടാണ്. 41,000 കോടി രൂപ ചിലവഴിച്ച ലിവ് ഗോൾഫ് ഇപ്പോൾ പാപ്പരത്ത ഹർജി ഫയൽ ചെയ്യാൻ പോവുകയാണ്. എന്താണ് ലിവ് ഗോൾഫ് വഴി സൗദി അറേബ്യ ലക്ഷ്യം വെച്ചിരുന്നത്? എന്തൊക്കെ നേട്ടങ്ങളാണ് അതിന് ലഭിച്ചത്? കുറച്ചുകാലമായി വൻകിട പദ്ധതികളുടെ ചിലവുകൾ വെട്ടിച്ചുരുക്കുന്നതിൻ്റെയും സാമ്പത്തിക മുൻഗണനകൾ മാറ്റിമറിക്കുന്നതിൻ്റെയും തിരക്കിലാണ് സൗദി അറേബ്യ. അത്യാധുനിക ഭാവിയുള്ള റിയാദിലെ കിങ് സൽമാൻ പാർക്ക്, ദി ലൈൻ തുടങ്ങിയ സ്വപ്ന നഗരങ്ങൾ മുതൽ ട്രോജനയിലെ സ്കീ റിസോർട്ടുകൾ വരെയുള്ള ഭീമൻ പദ്ധതികളിൽ നിന്നും സാമ്പത്തിക ചിലവുകൾ ചുരുക്കുകയാണ്. താൽക്കാലികമായാണ് ഈ നിയന്ത്രണങ്ങൾ. അപ്പോഴും ആർക്കും തൊടാനാകാത്ത ഒന്നായി അവശേഷിച്ചിരുന്നത് ലിവ് ഗോൾഫ് ആയിരുന്നു. സൗദി ഭരണകൂടം എണ്ണ ഇതര വരുമാനത്തിനായി ഉപയോഗിക്കുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് ലിവ് ഗോൾഫിന് സാമ്പത്തിക പിന്തുണ നൽകിയിരുന്നത്. ഇത് അവസാനിപ്പിക്കുവാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിനു മുമ്പൊരു കഥയുണ്ട്. അമേരിക്കൻ ലോബികൾ ഗോൾഫിലെ പ്രമുഖ ലീഗായ PGA ടൂറുമായി സൗദിയെ സഹകരിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു കാലം 2020കളുടെ തുടക്കത്തിലാണിത്. എന്നാൽ കോടികൾ വാരിയെറിഞ്ഞ് ലിവ് ഗോൾഫ് എന്ന ബ്രാൻഡ് വാങ്ങിച്ച സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് PGA ടൂറിലെ മുൻനിരക്കാരെയെല്ലാം 2022ഓടെ പൊക്കി. ഒടുവിൽ ഗതിയില്ലാതെ PGA ടൂറിന് ലിവ് ഗോൾഫുമായി സഹകരണത്തിൽ എത്തേണ്ടി വന്നു. ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന നീക്കം അതല്ല. ലിവ് ഗോൾഫിനുള്ള സാമ്പത്തിക പിന്തുണ പൂർണ്ണമായും സൗദി പിൻവലിച്ചു എന്നതാണ്. കോടികൾ വാരിയെറിഞ്ഞ് പ്രൊഫഷണൽ ഗോൾഫ് ലോകത്തെ ഞെട്ടിച്ച ഈ ടൂർണമെന്റ് ഇപ്പോൾ പാപ്പരത്ത ഹർജി അഥവാ ബാങ്ക്രപ്റ്റസി ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും സാമ്പത്തിക താൽപ്പര്യമുള്ളതായിരുന്നു ഈ ഗോൾഫ് മേഖല എന്നതാണ് ശ്രദ്ധേയം. ഗോൾഫിൽ സൗദിക്കെന്ത് കാര്യമെന്ന് സംശയിക്കുന്നവരുണ്ടാകാം. അതറിയാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനങ്ങളും സൗദി കിരീടാവകാശിയുടെ US സന്ദർശനവും പരിശോധിച്ചാൽ മതി. അതിലൊരു സ്ഥിരം സാന്നിധ്യമുണ്ട്. സൗദി അറേബ്യയുടെ ആഗോള നിക്ഷേപങ്ങളുടെ മുഖവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ വിശ്വസ്തനുമായ യാസിർ അൽ റുമയ്യാൻ, സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ചെയർമാൻ. യാസിർ അൽ റുമയ്യാന്റെ വ്യക്തിപരമായ താൽപ്പര്യവും സ്വപ്നവുമായിരുന്നു ഈ ആഡംബര ഗോൾഫ് ലീഗ്. വെറും 4 വർഷം കൊണ്ട് $5 ബില്യൺ അഥവാ ഏകദേശം 41,000 കോടിയിലധികം രൂപയാണ് ഈ ലീഗിൽ സൗദി ഒഴുക്കിയത്. ഈ പദ്ധതി വെറുമൊരു കായിക നിക്ഷേപമായിരുന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ കുത്തകയാക്കി വെച്ചിരുന്ന പ്രൊഫഷണൽ ഗോൾഫ് ലോകത്തെ പരമ്പരാഗത PGA ടൂറിന് സമാന്തരമായി മറ്റൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു സൗദിയുടെ ലക്ഷ്യം. പക്ഷേ അതുമാത്രമല്ലായിരുന്നു അതിനു പിന്നിലെ അന്തിമ ലക്ഷ്യം. ഗോൾഫ് വഴി ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സ്വാധീനവും അന്തസ്സും നേടിയെടുക്കാനും കായിക രംഗത്തെ വലിയൊരു ശക്തിയായി സൗദിയെ മാറ്റുകയും ചെയ്യുക. ആ കടുത്ത ആഗ്രഹത്തിന്റെ പ്രതീകമായിരുന്നു ലിവ് ഗോൾഫ്. അതിന് കാരണമുണ്ട്. ലോകത്തെ ബില്യണേഴ്സിന്റെ താവളങ്ങളാണ് ഗോൾഫ് ലീഗുകൾ. അവിടെ കയറിപ്പറ്റിയാൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും എത്താനാകും. ആരെയും ആകർഷിക്കാൻ കഴിയും. അതിൽ സൗദി വിജയിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ മാറിമറിയുന്ന ഭൗമരാഷ്ട്രീയ സാമ്പത്തിക സമവാക്യങ്ങൾക്ക് മുന്നിൽ സൗദി പിന്മാറുന്നതും നേട്ടങ്ങളോടെ തന്നെയാണ്. പകരം അവിടെ ക്ഷീണിക്കുന്നതാകട്ടെ ട്രംപിന്റെ താൽപ്പര്യങ്ങളും. ലിവ് ഗോൾഫിലേക്ക് സൗദി അറേബ്യ ഇത്ര വലിയ തുക എറിഞ്ഞതിന് പിന്നിൽ കൃത്യമായ ചില സാമ്പത്തികവും തന്ത്രപരവുമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മാറ്റുക. പകരം കായിക ടൂറിസം, വിനോദം, മീഡിയ റൈറ്റ്സ് എന്നിവയിലൂടെ വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുക. ആഗോള മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നതിലൂടെ ലോകത്തെ വൻകിട സ്പോൺസർമാരെയും ടെലിവിഷൻ നെറ്റ്വർക്കുകളെയും റിയാദിലേക്ക് ആകർഷിക്കാമെന്നും സൗദി കണക്കുകൂട്ടി. രണ്ടാമതായി, സ്പോർട്സ് ഡിപ്ലോമസി വഴി അന്താരാഷ്ട്ര പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക. ആഗോള ബിസിനസ് ലീഡർമാരും നയതന്ത്രജ്ഞരും ഒരുമിച്ച് കൂടുന്നതാണ് ഗോൾഫ്. ആ കായിക ഇനത്തിന് നിയന്ത്രണം കയ്യിലാകുമ്പോൾ പാശ്ചാത്യ വിപണികളിലേക്ക് എളുപ്പത്തിൽ കടന്നു കയറാമെന്നും സൗദി ലക്ഷ്യം വെച്ചു. അതിലും സൗദി വിജയിച്ചു.
2022 ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്ന സുവർണ സമയത്താണ് വമ്പൻ ബജറ്റുമായി ലിവ് ഗോൾഫ് ആരംഭിക്കുന്നത്. ലോകപ്രശസ്തരായ കളിക്കാരെ കോടികളുടെ സൈനിങ് ബോണസ് നൽകി ഒപ്പം കൂട്ടി. എന്നാൽ പ്രതീക്ഷിച്ച അത്ര കാണികളെ ലൈവായി ആകർഷിക്കാനോ ടെലിവിഷൻ റേറ്റിംഗുകൾ നേടാനോ ലീഗിന് കഴിഞ്ഞില്ല. UK കമ്പനി കണക്കുകൾ പ്രകാരം 2024 മാത്രം ലിവ് ഗോൾഫിന്റെ നഷ്ടം $500 മില്യൺ. സൗദിയിലെ യുവാക്കൾക്കിടയിൽ ഗോൾഫിനേക്കാൾ ജനപ്രീതി ഫുട്ബോളിനും ഈ സ്പോർട്സിനുമായതും ആഭ്യന്തരമായും ഈ ലീഗിന് തിരിച്ചടിയായി. ഇതിനെല്ലാം ഇടയിലാണ് മേഖലയെ അസ്ഥിരപ്പെടുത്തിയ ഇറാൻ യുദ്ധപ്രതിസന്ധി കടന്നുവരുന്നത്. യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതങ്ങളും വർദ്ധിച്ചുവരുന്ന ബജറ്റ് കമ്മിയും സൗദി അറേബ്യ തന്ത്രപ്രധാനമായ വിഷനിലെ പല പദ്ധതികളും അടിയന്തരമായി പുനഃപരിശോധിക്കാൻ കാരണമായി. വെറും പ്രശസ്തിക്ക് വേണ്ടിയുള്ളതും കൃത്യമായി ലാഭം നൽകാൻ കഴിയാത്തതുമായ പ്രൊജക്റ്റുകൾക്ക് പണം വാരിയെറിയുന്ന പരിപാടി താൽക്കാലികമായി നിർത്തി. സൗദിയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ എത്തിക്കാൻ കഴിഞ്ഞെന്നും PR-നായി ഇനിയും പണമെറിയുന്ന കാലം കഴിഞ്ഞെന്നും സാമ്പത്തിക വിദഗ്ധർ പരസ്യമായി നിലപാടെടുത്തു. അതോടെ ലിവ് ഗോൾഫിൽ നിന്നുള്ള സൗദിയുടെ പിന്മാറ്റവും പൂർണ്ണമായി. കായിക രംഗത്തെ നിക്ഷേപങ്ങളെ വെറുമൊരു വിനോദമായി കാണാതെ ലാഭം തരുന്ന ഒന്നായി മാറ്റാനാണ് PIF ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ കൃത്യമായ സമയപരിധിയുള്ള 2030 റിയാദ് വേൾഡ് എക്സ്പോ, 2034 ഫിഫ ലോകകപ്പ് തുടങ്ങിയ അതിപ്രധാന ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചാണ് പണം ചിലവഴിക്കുന്നത്. സാമ്പത്തികമായി പരാജയപ്പെട്ടെങ്കിലും രാഷ്ട്രീയമായി ലിവ് ഗോൾഫ് സൗദിക്ക് ചില നിർണായക നേട്ടങ്ങൾ നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അതീവ ബന്ധം സ്ഥാപിക്കാൻ യാസർ അൽ റുമയ്യാന് ലിവ് ഗോൾഫ് വഴി സാധിച്ചു. ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ആഡംബര ഗോൾഫ് കോഴ്സുകളിലാണ് ലിവ് ഗോൾഫിന്റെ പല പ്രമുഖ മത്സരങ്ങളും നടന്നത്. ഇതിലൂടെ ട്രംപ് പരസ്യമായി സൗദി അധികൃതരെ പുകഴ്ത്തുകയും സൗദിയുമായുള്ള ബിസിനസ് ബന്ധങ്ങൾ ദൃഢമാക്കുകയും ചെയ്തിരുന്നു. ഇതിലൂടെ അമേരിക്കൻ ബിസിനസ്സുകാർക്കിടയിൽ വലിയൊരു രാഷ്ട്രീയ സ്വാധീനമായി മാറാൻ സൗദി അറേബ്യക്ക് സാധിച്ചു. എന്നാൽ ഇറാൻ യുദ്ധം സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. ഗൾഫിന്റെ താൽപര്യം നോക്കാതെ ഇറാൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോയതും ട്രംപിനെതിരായ രഹസ്യ അതൃപ്തിക്ക് ഗൾഫിൽ കാരണമായി. ട്രംപിന് താൽപര്യമുള്ള ഗോൾഫിൽ നിന്നും സൗദി പിൻവാങ്ങുന്നതിന് അങ്ങനെയും വ്യാഖ്യാനമുണ്ട്. ഇറാൻ യുദ്ധം ഇനിയും നീണ്ടുപോകുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് താൽപര്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറും. മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സുസ്ഥിരതയും കൊണ്ടുവന്ന് സൗദി ഇസ്രായേൽ ബന്ധം മെച്ചപ്പെടുത്തി വലിയ സാമ്പത്തിക ഇടനാഴികൾ തുറക്കുക എന്നതായിരുന്നു ട്രംപിന്റെ പ്രധാന തന്ത്രം. ഫലസ്തീനില്ലാതെ ഇസ്രായേലുമായി ബന്ധമില്ലെന്ന് സൗദി പോയ ആഴ്ചകളിലും വ്യക്തമാക്കിയതോടെ ആ വഴി വീണ്ടും അടയുകയാണ്. യുദ്ധം കാരണം അമേരിക്കയുടെ വിശ്വസ്ത പങ്കാളിയായ സൗദി അറേബ്യ ലിവ് ഗോൾഫ് ഉൾപ്പെടെയുള്ള ട്രംപുമായി ബന്ധപ്പെട്ട ആഗോള ബിസിനസ് പങ്കാളിത്തത്തിൽ നിന്നും പിൻവാങ്ങുന്നത് ട്രംപിന്റെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ താൽപ്പര്യങ്ങൾക്ക് വലിയ ആഘാതമാണ്. അതിനാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ട്രംപ്. പക്ഷേ പലവിധ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ഇതിനിടയിൽ ഏറ്റുമുട്ടലായി മാറുന്നു. യുദ്ധം മൂലം ആഗോള വിപണിയിലുണ്ടായ വ്യതിയാനങ്ങളും അമേരിക്കൻ വിപണിക്ക് കനത്ത ആഘാതമായി മാറുന്നുണ്ട്. ചുരുക്കത്തിൽ രാഷ്ട്രീയമായും തന്ത്രപരമായും ഏറെ പ്രാധാന്യമുണ്ടായിരുന്നിട്ടും ലിവ് ഗോൾഫിനെ കൈവിടാനുള്ള സൗദിയുടെ കടുത്ത തീരുമാനം ആഗോള നിക്ഷേപകർക്കും കൃത്യമായൊരു സന്ദേശം നൽകുന്നുണ്ട്. പ്രാദേശികമായ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ വൈകാരികമായ തീരുമാനങ്ങൾക്കല്ല, മറിച്ച് സാമ്പത്തിക അച്ചടക്കത്തിനും വിപണിയിലെ ലാഭത്തിനും മാത്രമായിരിക്കും സൗദി മുൻഗണന നൽകുക. ട്രംപും ഗൾഫിനേക്കാൾ പ്രിഫർ ചെയ്യുന്നത് ഇസ്രായേലിനെയാണ്. അവിടെ സ്വന്തം രാജ്യത്തിന്റെ പ്രിഫറൻസ് നോക്കാതെ വഴിയില്ലെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പുതിയ നീക്കങ്ങളിലൂടെ സൗദി അറേബ്യ.